ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെയും പോലെ ഇന്നും അടിപൊളി കിടുക്കാച്ച ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. നമ്മൾ അരിയും ഉഴുന്നുമൊക്കെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ അരയ്ക്കത്തില്ലേ, അതുമാതിരി സുപ്പ് ഇന്ന് ഉഴുന്ന് മാത്രം അരച്ചെടുത്തിട്ടുണ്ട്. അത് പാലിനകത്താണ് കേട്ടോ. ഉഴുന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമുളയും കൊണ്ട് വെള്ളമല്ല ഒഴിച്ചു കൊടുത്തത്, ഉഴുന്നരയാൻ പാലാണ്, പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ ഉഴുന്നും പാലും കൂടെ അരച്ച് സൂപ്പറായി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വിദ്യ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്തിട്ടില്ലാത്തവർ നമ്മൾ ദോശമാവും ഇടും അല്ലേ, നമ്മൾ അരി ഉഴുന്നും കൂടെ അരച്ച മാവും നമ്മളിടും, അതും സൂപ്പറാണ് അല്ലേ. നമ്മൾ ദോശയ്ക്ക് ഒരു ദോശ ചുടുമ്പം അരത്തവി മാവ് നമ്മുടെ മുഖത്തിടും അല്ലേ. ഞാൻ ചിലപ്പോഴൊക്കെ ഇടും കേട്ടോ, ഓർക്കുവാണെങ്കിൽ ഇടും ചിലപ്പോഴും. നിങ്ങളൊരു കാപ്പിപ്പൊടിയായിട്ടൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് അങ്ങനെ ഇടാം. ഇത് സുപ്പ് ഉഴുന്ന് മാത്രമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഉഴുന്ന് പച്ചപ്പാലിനകത്ത് അരച്ച് എടുത്തതാണ്. കുറച്ച് നമ്മൾ വേറെ കുതിർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ ഉഴുന്ന്, അന്നേരം എളുപ്പമാവും കേട്ടോ. അല്ലാതെ അരി ഉഴുന്നും കൂടെ ഇട്ടാൽ അത് ദോശമാവിനാവും. അല്ലാതെ നമ്മൾ കുറച്ച് ഇച്ചിരി ഉഴുന്നെടുത്ത് നമ്മൾ അരച്ചെടുത്താൽ മതി കേട്ടോ. ആ ഒരു സംഭവമാണിത്. നമുക്ക് മുഖത്തിടാൻ കേട്ടോ, അടിപൊളിയാണ്. ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. മുഖത്ത് നല്ല കളർ കിട്ടാനും നല്ല തെളിച്ചം കിട്ടാനും ഒക്കെ സൂപ്പറാണ്, കിടുക്കാച്ചിയാണ്. പറ്റുമെങ്കിൽ അടുപ്പിച്ച് തുടരെയൊക്കെ നിങ്ങൾ ഒരാഴ്ചയൊന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് കുറേശ്ശെ എടുത്ത് ഇങ്ങനെ നല്ല ഉഴുന്നാണെങ്കിൽ ഒന്ന് ഉരഞ്ഞ് പൊങ്ങുമല്ലേ. നല്ല ഉഴുന്നാണെങ്കിൽ ചിലതാണെങ്കിൽ കട്ടിയായിട്ടിരിക്കുമല്ലേ. സത്യം ചിലപ്പം നമുക്ക് ദോശ ഇടുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അത് പന്ന ഉഴുന്ന് കിട്ടുമ്പോൾ കേട്ടോ. നല്ല ഉഴുന്നിന് നല്ല വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം അല്ലേ. നമുക്ക് ഉഴുന്ന് അങ്ങോട്ട് നിറഞ്ഞ് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഉഴുന്ന മാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉഴുന്നിൻ്റെ കാര്യത്തിലും തീരുമാനമായി അല്ലേ, ഉഴുന്നിൻ്റെ കാര്യത്തിലും തീരുമാനമായി. ദോശ ചൂടാനുള്ള മാവെടുത്ത് മുഖത്ത് വിടും അല്ലേ. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത് അല്ലേ. നമ്മൾ പായ്ക്കൊക്കെ ഇട്ടതിന് ശേഷം ദോശ ഇട്ടാൽ മതി. നമ്മൾ സരസ് വയ്ക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ മുഖം വെളുപ്പിച്ചിട്ട് മതി ഇവിടെ ദോശ കൂടിയിലൊക്കെ. ഞാൻ അമ്മയുടെ അപ്പത്തിൻ്റെ മാവെടുത്ത് ഞാൻ മുഖത്തിടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മാവെടുത്ത് ഞാൻ മുഖത്തിടുന്നില്ലല്ലോ. ഞാൻ ഇച്ചിരി ദോശമാവ് നമ്മുടെ ഉഴുന്ന മാവല്ലേ എടുത്ത് ഞാൻ ഇട്ടുള്ളൂ അമ്മേന്ന് ഞാനങ്ങ് പറഞ്ഞ് തടി തപ്പും കേട്ടോ. നിങ്ങളും അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ് തടി തപ്പിക്കും. ഇത് നമ്മുടെ മറ്റേ സാധാ നമ്മൾ പായ്ക്കിട്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു 15 മിനിറ്റ് തന്നെ നമ്മൾ ഇരിക്കണം. കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ, നോക്കുവാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് ഞാൻ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല, കുറച്ച് ഞാൻ അരച്ചെടുത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് ഒന്ന് അരഞ്ഞങ്ങ് പൊന്തി വന്നു കേട്ടോ. ഉഴുന്ന് മാത്രം നമ്മൾ അരച്ച് വയ്ക്കുമ്പോൾ ഉഴുന്നിൻ്റെ മാവും ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരച്ച് വയ്ക്കുമ്പോഴേ ഒന്നും ഉരഞ്ഞൊക്കെ പൊങ്ങി വരത്തില്ലേ. നന്നായിട്ടിത് മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഇതങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ ഉഴുന്ന് മാത്രം വേറെ വെള്ളത്തിലിടണം കേട്ടോ. ദോശമാവ് എടുത്ത് അല്ലേ, ഈ ദോശമാവ് നമുക്ക് തേക്കാം. ദോശമാവല്ല ഇത്, കുറച്ച് ഒരിച്ചിരി മതി കേട്ടോ. ഇട്ടങ്ങോട്ട് വെള്ളത്തിലോട്ടിട്ട് കുതിർത്ത് രാവിലെ ഇട്ടാൽ വൈകിട്ടൊക്കെ 3-4 മണിക്കൂർ പോരെ മതി. നന്നായിട്ട് അങ്ങോട്ട് മസാജൊക്കെ അങ്ങോട്ട് ചെയ്ത് പിടിപ്പിക്കണം. ഒന്ന് നന്നായിട്ട് നമ്മുടെ നല്ല തെളിച്ചം ഉണ്ടാവും, നല്ല കളറും കിട്ടും കേട്ടോ. വലിയൊന്നും വിലയൊന്നും നോക്കാറൊന്നുമില്ല സുപ്പ് കേട്ടോ. അരച്ചങ്ങ് പെരട്ടുക ഞാൻ, എങ്ങോട്ടെങ്കിലുമൊക്കെ ആയിപ്പോട്ടെ. അരച്ചങ്ങ് കുടുംബം വെളുപ്പിക്കുമെന്ന് പറയുന്ന നേരെയാണോ പിള്ളേരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ? ദൈവമേ, ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ കേട്ടോ.
ഇച്ചിരിയേ ഒരു പിടിയേ എടുത്തുള്ളൂ, ഒരു ഇച്ചിരിയേ എടുത്തുള്ളൂ ഉഴുന്നു. ബാക്കി ദോശയ്ക്ക് ഞാൻ നാളത്തേക്ക് വെള്ളത്തിയിടാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി എടുത്ത് വെള്ളത്തിയിട്ട് അരച്ചതാണ് ഇത്. നല്ല ക്ലീനാവും കേട്ടോ മുഖമൊക്കെ. എന്തിന് പാർലറിലൊക്കെ പോയി പൈസ വെറുതെ കളയുന്നതേ, സുക്കുൻ്റെ ഒക്കെ തൊട്ട് ഇതൊക്കെ ചെയ്തു തരാം. ഇച്ചിരി ഉഴുന്നും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി കേട്ടോ. 1/2 കിലോ ഉഴുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി. എനിക്കും നടക്കും, നിങ്ങൾക്കും നടക്കും കേട്ടോ. എന്താ പരിപാടി നടക്കുമെന്ന്. അപ്പോൾ ഇതേ ഇങ്ങനെ അങ്ങോട്ടോ നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് അങ്ങോട്ടെ പീഡിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ദോശമാവൊക്കെ ഇട്ടിരിക്കത്തില്ലേ, അതുമാതിരി തന്നെ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഒരു 15 മിനിറ്റ് ഇരിക്കാം. എന്നിട്ട് നമുക്ക് കഴുകി മാറ്റാം. നന്നായിട്ട് ഇതേ മൂക്കിൻ്റെ ഇവിടെ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുക്കളയിലുള്ള ഉഴുന്ന് മതി നമുക്കിനി ഫങ്ഷന് പോകാനല്ലേ. കല്യാണത്തിന് തലേന്നും രാവിലെയൊക്കെ നമുക്കിത് ചെയ്തിട്ട് പോകാം കേട്ടോ. ഫങ്ഷനൊക്കെ പോകുമ്പോഴേ നിങ്ങളൊന്ന് ചെയ്തിട്ട് പോയിക്കോളൂ ഇതൊക്കെ. പിന്നെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പം അങ്ങനെ ആൾക്കാർക്കൊന്നും മുഖക്കുരു ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ പായ്ക്കുകൾ ഇട്ടാണെങ്കിലും ക്രീമുകളൊക്കെ തേച്ചാണെങ്കിലും വലുതായിട്ടൊന്നും ഞാൻ ആർക്കും മുഖക്കുരു അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ എന്തായാലും ഇങ്ങനെയൊന്നും നമ്മുടെ മുഖക്കുരു ഒന്നും വരാതെ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ ആര്യവേപ്പിൻ്റെ ഇതും ജ്യൂസും ഒക്കെ ഇങ്ങനെ മുഖത്തടിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ആര്യവേപ്പ് അപ്പോൾ അത് കാണാൻ പോലും ഇല്ല, ഉണ്ടായിരുന്നു നമുക്കിവിടെ, എൻ്റെ എല്ലാം പോയി കേട്ടോ. അപ്പോഴതൊക്കെ നല്ലതാണ്. മഞ്ഞളും ആര്യവേപ്പും ഒക്കെ മുഖത്ത് സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. മുഖക്കുരു ഒന്നും വരത്തില്ല. ആ തിളപ്പിച്ച വെള്ളം നമ്മളൊരു തുണിക്കകത്ത് മുക്കി ആ ചൂടോടെ അങ്ങോട്ട് ഒപ്പിക്കൊടുത്താലും മതി. ഞാൻ കുളിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളത്തിലാണല്ലോ നമ്മൾ കുളിക്കുന്നത്. അപ്പോഴേ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പുണ്ട്. തുണി അല്ലെങ്കിൽ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ആവി കൊടുത്താൽ മതി കേട്ടോ. മുഖത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ആവി കൊടുത്തേ, അത് നല്ലതാണ് കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ ഉഴുന്നുമാവൊക്കെ നല്ല സെറ്റായി. നമുക്കിനി 15 മിനിറ്റ് ഇരുന്നിട്ട് കാണാം കേട്ടോ. ഞാൻ കഴുകിയിട്ട് വരാം. ഇങ്ങനെ തിരുനേരം കൂടെ നന്നായിട്ടൊക്കെ മസാജൊക്കെ ചെയ്ത് കൊടുത്തോളൂ. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ കഴുകിയിട്ട് കാണാം കേട്ടോ. ഇപ്പോഴിതാ നമ്മുടെ ഉഴുന്നുകൂട്ടനെയൊക്കെ തേച്ചിട്ട് 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ കഴുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി കിടുക്കാച്ചയാണ്, നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കൂ. ഒരാഴ്ച വന്ന് അടുപ്പിച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കൂ. ഇത്രയും ഉഴുന്ന് മതി കേട്ടോ. ഒരു ഇച്ചിരി ഉഴുന്ന് മതി. നമ്മുടെ ആവശ്യത്തിന് ഒരു 3-4 ദിവസത്തേക്കൊക്കെ കാണും. നമ്മൾ അരി ഉഴുന്നും കൂടെ ഒരുമിച്ചൊക്കെ അരച്ച് വെക്കുന്നില്ലേ എല്ലാവരും. അപ്പോഴതുമാതിരി തന്നെ നമ്മൾ ഇച്ചിരി ഉഴുന്ന് മതി. ഒരു 2 സ്പൂണ് ഉഴുന്നിൻ്റെ മാവ് മതി കേട്ടോ. നമുക്ക് ഫുള്ളി മുഖത്തും ഈ കഴുത്ത് വരെ ചെയ്യാൻ അത്രയും മതി കേട്ടോ. 2 സ്പൂണ് ഉഴുന്നൊക്കെ മതി. അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്ക്. നല്ല കിടുക്കാച്ച റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ ഒന്ന് അടുപ്പിച്ച് ചെയ്യാനും നോക്ക്. നല്ല കളറൊക്കെ കിട്ടും, നല്ല തെളിച്ചമൊക്കെ കിട്ടും. നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചല്ലേ ഓരോ പായ്ക്കിലിടുന്നത്. മുഖത്ത് നല്ല തെളിച്ചം, ഇപ്പോൾ രാവിലെ ഇട്ടാൽ വൈകിട്ട് വരെ മുഖത്ത് നല്ല തെളിച്ചമുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ. അപ്പോൾ നിങ്ങളിന്ന് അടുപ്പിച്ച് ചെയ്യാൻ നോക്ക്. മുഖക്കുരുവിൻ്റെ പാടുകളും ഒക്കെ മാറിക്കിട്ടും. ദോശമാവും നല്ലതാണ്, സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ തൈരോ കാപ്പിപ്പൊടിയോ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് മിക്സ് ചെയ്ത് നിങ്ങൾ അതും ഇട്ടോളൂ, അതും സൂപ്പറാണ് കേട്ടോ. ഇഡ്ഡലി മാവോ ദോശമാവോ അപ്പത്തിൻ്റെ മാവോ എന്തെങ്കിലുമൊക്കെ ഈസ്റ്റൊന്നും ചേരുന്നതൊന്നും ഇട്ട് നമ്മൾ മുഖത്തൊന്നും പായ്ക്കളൊന്നും ഇടരുത് കേട്ടോ. അല്ലാത്തതൊക്കെ ഇട്ട് ഉപ്പിട്ട് അതൊന്നും നമ്മൾ ചെയ്യരുത്. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് സൂപ്പറിന് വിവരമൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ട ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും